ഇന്നത്തെ ഞങ്ങളുടെ പരിപാടി നമ്മുടെ മാരേജ് രജിസ്ട്രേഷൻ ലീഗലി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. നമ്മൾ അക്ഷയ ത്രൂ ആണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ വെഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് ഞങ്ങൾ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ജസ്റ്റ് കല്യാണം കഴിഞ്ഞ ശേഷം അക്ഷയ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മാരേജ് രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ഫോം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അത് ഏതെങ്കിലും ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ആരെ കൊണ്ടെങ്കിലും അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ലോക്കൽ മെമ്പറെ കൊണ്ട് സൈനും സീലും വെച്ചാൽ മതി. പഞ്ചായത്തിൻ്റെ സീലും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ടാളുടെയും ആധാർ കാർഡും ഫോട്ടോവും SSLCയുടെ കോപ്പിയും പിന്നെ നമ്മുടെ സാക്ഷികളായിട്ട് നിൽക്കുന്ന 2 പേരുടെ ആധാർ കാർഡും അതുപോലെ തന്നെ അവരുടെ ഫോണിലേക്ക് ഒരു OTP വരും. അതും ആയിക്കഴിഞ്ഞാൽ നമ്മൾ അക്ഷയയിൽ പോയിരുന്നിട്ട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഈ OTPയും കാര്യങ്ങളൊക്കെ അക്ഷയയിൽ ചേച്ചി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കോട്ടെ എന്ന് എഴുതി പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് സച്ചുവിൻ്റെ ഗ്രാമപഞ്ചായത്തിലേക്ക് വരുന്നത്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്താണ് കേട്ടോ, തിരുവനന്തപുരത്ത്. എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ പുതുമയുള്ളതാണ്. സച്ചു ആണെങ്കിൽ ആർമിയിലായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് മാത്രമാണല്ലോ ലീവിന് നാട്ടിൽ വരുന്നത്. അതുകൊണ്ട് സ്ഥലവും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മച്ചി നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അക്ഷയയിൽ വെയിറ്റ് ചെയ്ത് ബോറടിച്ചപ്പോൾ എന്നാൽ പിന്നെ ചീര കണ്ടപ്പോൾ ചീരയും കപ്പയൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. അക്ഷയയിൽ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കംപ്ലീറ്റ് ഡേ നമ്മൾ അക്ഷയയിലാണ് അന്ന് സ്പെൻഡ് ചെയ്തത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മാരേജ് രജിസ്ട്രേഷനെ പറ്റി നല്ല ഡൗട്ട് ഉണ്ട്, ആരും ഹെൽപ്പ് ചെയ്യാനില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെയിൽ ചെയ്താൽ മതി കേട്ടോ. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ റീസെൻ്റ്ലി ചെയ്തതുകൊണ്ട് എനിക്കൊരു ഐഡിയ ഉണ്ട്. അക്ഷയയിൽ വെയിറ്റ് ചെയ്തിരുന്ന് ബോറടിച്ചപ്പോൾ ബോറടിക്ക് മാത്രമല്ല നല്ല വിശക്കുകയും ചെയ്തു. അപ്പം ഞാൻ ക്രീം ബണ്ണ് കഴിക്കുകയാണ്. അപ്പോൾ സച്ച് പോയി വാങ്ങിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ലാസ്റ്റ് ഫൈനലി നമ്മുടെ പ്രോസസ്സൊക്കെ കഴിഞ്ഞു. ഫൈനലായിട്ട് നമ്മുടെ KYC ഒരു വീഡിയോ കൂടെ അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് 2 പേരും ചെയ്തു. അതോടുകൂടി നമ്മുടെ മാരേജ് രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ.